ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. അതിന്റെ ഭാഗമായാണ് ബി.ജെ.പി. നിലപാടുകളോട് യോജിപ്പുള്ള IAS ഉദ്യോഗസ്ഥൻ വി. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. കേരളത്തെ പൂർണ്ണമായി സംഘപരിവാറിന് അടിയറവ് വയ്ക്കാനുള്ള UDF സർക്കാർ നീക്കത്തെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. 13 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ബി. അശോക് എന്ന കാര്യം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദിയെ പുകഴ്ത്തി കേരള കൗമുദിയിൽ ഒരു ലേഖനം എഴുതിയതാണ് അശോകിന്റെ സസ്പെൻഷന് കാരണമായത്. മോദിയുടെ ശിവഗിരി സന്ദർശനത്തെ അനുകൂലിച്ചായിരുന്നു ബി. അശോകിന്റെ വിവാദ ലേഖനം. ഗുജറാത്ത് കലാപത്തിൽ പങ്കാളിയായ മോദിയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചതിനെതിരെ CPM-ഉം കോൺഗ്രസും കടുത്ത എതിർപ്പാണെന്ന് അറിയിച്ചത്. എന്നാൽ മോദി വന്നാൽ എന്താണ് കുഴപ്പം എന്ന നിലപാടായിരുന്നു അശോകിന്. മാത്രമല്ല, ഈ ലേഖനത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ബി. അശോക് വിമർശിച്ചിട്ടുമുണ്ട്. അന്ന് UDF സർക്കാർ സസ്പെൻഡ് ചെയ്ത മോദി ഭക്തൻ ഇന്ന് വി.ഡി. സതീശന്റെ UDF സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. കേരള കാർഷിക സർവകലാശാല VC ആയിരിക്കെ നിയമസഭ പാസാക്കിയ കൃഷി ബില്ലിൽ ഒപ്പിടരുതെന്ന് കാണിച്ച് ഗവർണർക്ക് കത്തയച്ചതും അശോകിന്റെ RSS വിധേയത്വത്തിന്റെ തെളിവാണ്. ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി അശോക് സംസാരിച്ചിരുന്നു. മോദി ഭരണം മാതൃകാപരമാണെന്നാണ് അതിൽ അശോക് പറയുന്നത്. മാത്രമല്ല, രാജ്യത്ത് ബീഫിന്റെ പേരിൽ സംഘപരിവാർ മനുഷ്യക്കുരുതി നടത്തുമ്പോൾ ബീഫ് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മലയാളത്തിലെ മുഖ്യധാരാ പത്രത്തിൽ ലേഖനം എഴുതി തന്റെ RSS കൂറ് ബി. അശോക് പ്രകടമാക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം കൺമുൻപിൽ നിൽക്കെയാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ബി. അശോകിനെ സതീശൻ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്.